സുഹൃത്തുക്കളെ, ഡ്രൈവ് അഗെയിൻ എന്നുള്ളത് TVS സർട്ടിഫൈഡ് യൂസ്ഡ് കാസിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവൂർ റോഡിൽ KSRTC സ്റ്റാൻഡിൻ്റെയും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെയും ഏകദേശം മിഡിലായിട്ടാണ്. വിവിധ പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കമ്പാരിറ്റീവ്ലി അല്പം പ്രൈസ് കുറഞ്ഞ, അതായത് വില കുറഞ്ഞ വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ TVS സർട്ടിഫൈഡ് ഉള്ളത് മിസ്റ്റർ അക്ഷയാണ്. അക്ഷയ്, വെൽക്കം ടു അവർ വീഡിയോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് കോമ്പാക്ട് XUV അല്ലേ? അതെ, ഓട്ടോമാറ്റിക്. എറണാകുളം രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. അതെ, KL7 2019 മോഡല് വെന്യൂ S+ ഓട്ടോമാറ്റിക് വരിക. ഇതിൽ DCT ഗിയർ ബോക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, 82,000 ഓടിയിട്ടുണ്ട്. 82,000. മോഡൽ ഏതാ പറഞ്ഞത്? ഏത് ഇയർ ആണ്? 2019 S+ ഓട്ടോമാറ്റിക് എന്ന് പറയും. S+. ഇതില് അറിയാലോ, വെന്യൂല് DCT ഗിയർ ബോക്സ് ആണ് വരിക. അപ്പോൾ ഇതിന് നമ്മൾ വരുന്ന പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 lakhs കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ കൊടുക്കാം. 7 lakhs അതെ, ഫൈനൽ പ്രൈസ്. ബാക്കി വണ്ടിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ആസിഡ് കണ്ടീഷൻ. കാരണം ഞങ്ങൾ ആക്ച്വലി B2B ആണ് ഞങ്ങളെ ബിസിനസ് പ്രൊസീജിയർ. വെച്ചാൽ ബിസിനസ് ടു ബിസിനസ്. ഒരു ഡീലറായിട്ട് എന്താ പറയുക, എൻറോൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ശരിക്കും വണ്ടി കൊടുക്കാൻ പറ്റും. കാരണം കമ്പനീൻ്റെ നോമിനി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കമ്പനികൾ കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മിത്സുബിഷി, പിന്നെ വേൾഡിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഓക്ഷൻ കമ്പനി ആയിട്ടുള്ള അരൈഷോജി, പിന്നെ അതെ, പിന്നെ TVS. ഇത് 3 കൂടിയിട്ട് കൊളാബറേറ്റ് ആണ്. ജാപ്പാനീസ് കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനി. അതെ, ഇത് പുതിയതാണല്ലേ ഇവിടെ? ഇത് പുതിയതായി. ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ട് ഒരു 1 month ആയിട്ടുണ്ട്. 1 month ആയിട്ടുള്ളൂ. അടുത്തത് ഒരു കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ വരുന്ന i20 ആണ്. അക്ഷയ ഡീറ്റെയിൽസ്. ഇത് 2018 മോഡല് i20 മാഗ്ന എക്സിക്യൂട്ടീവ്. മാഗ്ന എന്ന് പറയുമ്പോൾ സെക്കൻഡ് അതിന്റെ മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് അന്നേരം ഉണ്ടായിരുന്നു 2018. അതിന്റെ DCT ഗിയർ ഓട്ടോമാറ്റിക് ആണ്. DCT ആകുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയി. അതെ, ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ AMTന്റെ ലാഗ് ഉണ്ടാവില്ല. DCT എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളും പെട്ടെന്ന് നടക്കും. കാരണം 2 ക്ലച്ച് അതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് 2018 വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ്. പിന്നെ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. 44,000 ഓടിയിട്ടുള്ളൂ. 2018 44,000. അതെ. എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 4.95 ലാസ്റ്റ് കൊടുക്കാം. 4.95. അപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതില് ഒരു ഡോറ്, ആ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഈ ഡോർ മാത്രം. വേറെ ആസിഡ് കണ്ടീഷൻ. ടയേഴ്സ് ഒക്കെ ഒരു ആവറേജ് ടയേഴ്സ്. ഒരു കസ്റ്റമർ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ വരെ ഒന്നും ചിന്തിക്കാറില്ല. കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ 44,000 കിലോമീറ്റർ ഓടിയ ഹുണ്ടായ് i20 DCT ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. 4,95,000 പ്രൈസ് വരുന്നത്. അടുത്തതൊരു ഇയോൺ ആണ്. KL51 ഒറ്റപ്പാലം രജിസ്ട്രേഷൻ. അപ്പോൾ എങ്ങനെയാ അക്ഷയ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2017 മോഡല് ഇയോൺ ഡിലൈറ്റ്. അതെ, ഇതും അത് തന്നെ, അതേപോലെ തന്നെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 40,000. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ഒരു തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല. പിന്നെ ടയേഴ്സും കാര്യങ്ങളും എല്ലാം ആസിഡ് കണ്ടീഷൻ, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഓടിക്കാം. പിന്നെ വേറെ ഡിലൈറ്റ് ആയതുകൊണ്ട് പവർ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. 4 ഡോർ പവർ വിൻഡോ വണ്ടിയിൽ ഉണ്ടാവില്ല. ഒരു ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ്. അതെ, ബഡ്ജറ്റ്. റേറ്റ് എത്ര വരും? ഇത് നമുക്ക് ഫൈനലി 2,05,000 കിട്ടിയാൽ കൊടുക്കാം. 2,05,000. ഇയോൺ 2017 മോഡല് 40,000 ഓടിയത് അല്ലേ? അതെ, 40,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. തീർച്ചയായും. അഗെയിൻ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ് സെലേറിയോ. അപ്പോൾ അക്ഷയ് പറയും. ഇത് 2018 മോഡല് സെലേറിയോ ZXi, ഫുൾ ഓപ്ഷൻ. അതെ, അത് കിലോമീറ്റർ വന്നിട്ട് 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ, തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആണ് ഈ വണ്ടിയുടെ. അപ്പം പിന്നെ എന്താ, മാനുവൽ വണ്ടി? അതെ, മാനുവലാണ്. ZXi എന്ന് പറഞ്ഞാൽ അന്നേരത്തെ സെലേറിയോ ZXiയിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്കി കാര്യങ്ങളൊക്കെ വരും. ഡിഫോഗർ ബാക്കിലുണ്ടാവും, റിയർ വൈപ്പർ ഉണ്ടാവും. എല്ലാ സാധനങ്ങളും ഇതിൻ്റെക്ക് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല, ഒരു തരത്തിലെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് ഫൈനല് 3,30,000 കൊടുക്കാം. ഇപ്പോൾ 3,30,000 സെലേറിയോ ZXi 2018 മോഡലാണ്. അടുത്തത് പാലക്കാട് രജിസ്ട്രേഷൻ വരുന്ന ഒരു ഡാറ്റ്സൺ റെഡിഗോ ആണ്. അതെ, പക്ഷേ എന്താണ് ഡീറ്റെയിൽസ്? ഇത് 2018 മോഡൽ വരുന്ന ഡാറ്റ്സൺ റെഡിഗോ T ഓപ്ഷൻ. അതെ, AMT ആണ്. AMT ആണ് ഈ വണ്ടി. പിന്നെ 30,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇതിൽ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയുക, ഒരു നമ്മളെ സാധാരണ ഒരു ഫാമിലിക്കല്ലോ കറക്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്.
അതേപോലെ തന്നെ ബഡ്ജറ്റും ആ ഒരു ബഡ്ജറ്റിലുള്ള വണ്ടിയാണ്. എത്ര റേറ്റ് വരുന്നത്? ഇതിപ്പോ നമുക്ക് 2.15 ഫൈനൽ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം. 2.15. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തതാണ്. വലിയ കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ്. തീർച്ചയായും 2018 മോഡൽ AMT ആണിത്. ഡാറ്റ്സൺ റെഡിഗോ, പാലക്കാട് രജിസ്ട്രേഷൻ അല്ലേ? അതെ. പിന്നെ നിങ്ങൾ ഇതിന് എന്താ വാറണ്ടി കൊടുക്കുന്നത്? ഞങ്ങൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ B2B ആണ് ഞങ്ങളുടെ ബിസിനസ് പ്രൊസീജിയർ. അപ്പോൾ ആസിഡ് കണ്ടീഷൻ ഇപ്പൊ ഞങ്ങൾ ഒരു OEM എന്നോ അല്ലെങ്കിൽ ഒരു പാർക്ക് ആൻഡ് സെയിലോ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഒരു 2% മാർജിൻ മാത്രമേ ഞങ്ങൾ ഇതിൽ വെക്കാറുള്ളൂ. 2% മാർജിൻ, അത്രയാണ് മാക്സിമം, അത്രയും ഉണ്ടാവും. ഒരു വണ്ടിയുടെ വാല്യൂടെ 2% മാർജിൻ മാത്രമേ ഞങ്ങൾ കമ്പാരിറ്റീവ്ലി വില കുറച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അതെ, മാക്സിമം ഇവിടുന്ന് ഞങ്ങൾ എടുക്കുന്ന വണ്ടി എടുക്കാറ് ആക്ച്വലി ഡീലേഴ്സ് ആണ്. അപ്പോൾ ഡീലേഴ്സ് വണ്ടി എടുത്തിട്ട് അവർ റീഫർബിഷ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ അടുത്ത കസ്റ്റമർക്ക് കൊടുക്കുക. ഒരാൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ മൂപ്പറ നമുക്ക് ഡീലറായിട്ട് ഓൺ ബോർഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. 2,15,000 ഡാറ്റ്സൺ റെഡിഗോ AMT വേർഷൻ 2018 മോഡൽ, സെക്കൻഡ് ഓണർ. അടുത്തത് ഫോർഡ് ഫിഗോ ആണ്, കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? കളറൊക്കെ നല്ല കളറാണ്, അടിപൊളി കളർ, റെഡ് കളർ, ഭയങ്കര പ്രസൻസ് കിട്ടുന്ന ഒരു കളർ. അതെ അതെ അതെ. ഇത് 2015 മോഡല് ഫോർഡ് ഫിഗോ ആംബിയന്റ് വേരിയന്റ് വരുന്നതാണ്. ആംബിയന്റ്. അതെ, 55,000 കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചേട്ടൻ അറിയായിരിക്കും, ഫിഗോ യൂസ് ചെയ്തയാൾക്ക് ഫിഗോ ഒരു വികാരാണ്. അതെ തീർച്ചയായിട്ടും. ഫോർഡിന്റെ വണ്ടി യൂസ് ചെയ്താക്ക് അതിന്റെ ഒരു റൈഡിങ് സ്മൂത്ത്നെസ്, ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ അല്ലേ, അത്യാവശ്യം കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ 2015 മോഡല് ഫിഗോ 3,30,000 ഫൈനൽ പ്രൈസ് ആണ് കൊടുക്കുക. അഗെയിൻ ഒരു i20 ആണ്, പക്ഷേ ഇത് ആക്റ്റീവ് ആണ്. ആക്റ്റീവിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് 2016 മോഡല് i20 ആക്റ്റീവ് SX ക്രോസ് ഓവർ എന്ന് പറയില്ലേ? അതെ, ക്രോസ് ഓവർ. അതിൽ റൂഫ് റെയിലും കാര്യങ്ങളും വരും. പിന്നെ സാധാരണ i20 നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ മേഗ്ന, സ്പോർട്സ്, ആസ്റ്റ അങ്ങനെയാണ് വേരിയൻസ്. ഇതില് SX പ്ലസ് അങ്ങനെയാണ് വേരിയൻസ്. ഇത് SX പ്ലസിന്റെ താഴെ. SX പ്ലസിൽ മാക്സിമം എന്താ പറയാന്ന് വെച്ചാല് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൂടി അഡീഷണലി വരും. ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. സൈഡ് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പാരിറ്റീവ്ലി മറ്റതിനേക്കാളും കുറച്ചുകൂടെ ഇതുണ്ട്, കൂടുതലുണ്ട്. ക്ലാഡിങ് അടിയിൽ വരുന്നതുകൊണ്ട് അങ്ങനെ ഇപ്പം ഈവൻ അങ്ങനത്തെ റോഡിലേക്ക് പോകുന്ന നേരം കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. അതേപോലെ 4 ടയർ അലോയ് വീൽസിലെ ടയറാ വരിക. പിന്നെ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. സിംഗിൾ ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ആണ് റൺ ആയിട്ടുള്ള. 80,000 കിലോമീറ്റർ. ഇത് നമുക്ക് 445 ലിറ്റർ കൊടുക്കാം. 4,45,000. ഓക്കെ, i20 ആക്റ്റീവ് 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ i20 ആണ്, ടോപ്പ് മോഡലാണ്, ആസ്റ്റ ആണ് i20. പക്ഷേ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ i20 ആസ്റ്റ. i20 ഫുൾ ഓപ്ഷൻ വരുന്നത്. അതെ, ഇത് കിലോമീറ്റർ വന്നിട്ട് 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫൈനലി 4,45,000 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം. 4,45,000 i20 2015 മോഡൽ അല്ലേ? 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആസ്റ്റ ടോപ്പ് മോഡലാണ്. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലോൺ കിട്ടും. ഇപ്പോൾ കസ്റ്റമറെ സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ ഇതിനിപ്പോൾ നമുക്ക് എന്തായാലും ഒരു 75% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്യും. 3.25-4 വരെ എന്തായാലും. മറ്റേത് വണ്ടികളാണ് ഇപ്പം നമ്മൾ കാണിച്ച ഏത് വണ്ടി ആയാലും ഒരു നിശ്ചിത ശതമാനം ലോൺ എന്തായാലും ഷുവർ ആയിട്ട് കയറും. പിന്നെ അതൊക്കെ സിവിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും വേറെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്, പക്ഷേ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ ട്രാക്കിലെ കസ്റ്റമർ ആണ് കൂളായിട്ട് എന്തായാലും. അടുത്തത് കോഴിക്കോട് രജിസ്ട്രേഷൻ ഒരു ബ്രസയാണ്, നല്ല റെഡ് കളറുള്ള. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2021 മോഡല് ബ്രസ ZX ഫുൾ ഓപ്ഷൻ തന്നെ. ഫുൾ ഓപ്ഷൻ. അതെ, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഓക്കെ, ഇത് നമുക്ക് ഫൈനലി 7,10,000 രൂപ കൊടുക്കാം. 7,10,000. ഒരു എന്താ പറയണ്ട, ഒരു SUV കോമ്പാക്റ്റിലുള്ള വണ്ടിയാണ്. 2021 വണ്ടി 7,10,000 രൂപക്ക് ഇറക്കി കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ 4 വീൽ അലോയ്സ്. ZXi ഫുൾ വേരിയന്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതെ, ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2021 മോഡലാണ്. 7,10,000 രൂപയ്ക്ക് എടുക്കാം. അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഇതില്ലേ? തീർച്ചയായും. അതാ പറഞ്ഞ ഞങ്ങള് ഡീലർ പ്രൈസ് ഞങ്ങൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ മാർജിൻ കുറച്ചാണ് അവർ കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈസ് കുറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ കാറുകളും അവർക്ക് കൊടുക്കാൻ പറ്റും. ഇത് നല്ല ഡീലിംഗ് ആണ്. നേരത്തെ പറഞ്ഞതൊക്കെ നല്ല ഡീലിംഗ് ആണ്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. രാജുവിന് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണെന്നുണ്ടോ? അതെ അതെ, നല്ല വണ്ടി.
പിന്നെ കളറും അടിപൊളിയാണ്. റെഡി. ഓ, അടുത്ത വണ്ടി ഒരു നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഒരു കരിമ്പുലി എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ? ഞങ്ങളുടെ കരിമ്പുലി നിങ്ങളെ കാര്യം കിയ. എന്താ ഡീറ്റെയിൽസ്? ഇത് 2020 മോഡല് 21 രജിസ്ട്രേഷൻ സോണറ്റ് HTK പ്ലസ് എന്ന് പറയും. ഓട്ടോമാറ്റിക് ആണ്. HTK പ്ലസ് ഓട്ടോമാറ്റിക്. അതെ, 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ്. പക്കാ കമ്പനി സർവീസ്, ഒന്നും നോക്കാനില്ല. ഒരു എന്താ പറയണ്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പ്രോപ്പർ ആയിട്ട് സർവീസ് നടന്ന ഒരു വണ്ടി, ഒന്നും ചിന്തിക്കാനില്ല. റേറ്റ് വരിക ഇത് നമുക്ക് ഫൈനലി 7,80,000 കിട്ടിയാൽ കൊടുക്കാം. 7,80,000. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ. അതെ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് നല്ല റേറ്റ് ആണ്. അതെ, നല്ല റേറ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് കമ്പാരിറ്റീവ്ലി. അപ്പം എത്ര കിലോമീറ്റേഴ്സ് ഓടിയേ? ഇത് കിലോമീറ്റർ 35,000 ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. AMT ആണ്, HTK പ്ലസ് കിയ സോണറ്റ് 2020 മോഡൽ. 7,80,000 കൊടുക്കും. അപ്പോൾ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. TVS സർട്ടിഫൈഡിൽ എല്ലാ ടൈപ്പ് ഓഫ് റേഞ്ചിൽ വരുന്ന വണ്ടികളും ഉണ്ട്. അതുപോലെ എല്ലാ ടൈപ്പ് ഓഫ് വണ്ടികളും ഉണ്ട്. സെഡാൻ, ഹാച്ച് ബാക്ക്, കോമ്പാക്ട്, SUV എല്ലാ ടൈപ്പ് ഓഫ് വണ്ടികളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് എല്ലാവരും ഇനിയും കാണാം. ബൈ ബൈ.